ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി ഫിഷ് കറി റെഡിയാക്കാം, അതും വെള്ളം ചേർക്കാണ്ട്. ഞാനിവിടെ കുറച്ച് മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തിക്കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ഒരു ടീസ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം സവാള അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരണം, അതുവരെയും വഴറ്റിയെടുക്കുക. സവാള ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് തക്കാളി നല്ല പോലെ വെന്തുടഞ്ഞ് വരണം. അതുവരേക്കും നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കി മാറ്റി വെച്ച മത്തി ഉണ്ടല്ലോ, അത് ഈ ചട്ടിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ മസാലയും മത്തിയുമായിട്ട് ഒന്ന് കമ്പൈൻ ആകുന്ന രീതിയിൽ ഇളക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വെള്ളം ചേർക്കരുത്, അതാണ് ഈ കറിയുടെ പ്രത്യേകത. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 8 മിനിറ്റിന് ശേഷം അതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ തവണ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 8 മിനിറ്റ് ആയാലും നമ്മുടെ മത്തിയൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. പിന്നെ ഒന്നുമില്ല, നല്ല സ്മെല്ലാണ് ഈ കറിക്ക്. പിന്നെ വെള്ളം ഒട്ടും ചേർക്കരുത്. വെള്ളം ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് കറിൻ്റെ ടേസ്റ്റിനോ ഇതിനൊന്നും ഒട്ടും കുറവില്ല, ടേസ്റ്റ് കൂടിയെങ്കിലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു തവണയെങ്കിലും റെഡിയാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.